വിനീതയുടെ കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ സി എ ആണ് ഞാൻ. പേര് സക്കറിയ. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പഴയ സി എസ് ആറിനോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. കൂടുതലായി ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ് ഉള്ളതായി കണ്ടു. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ പഴയ അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണല്ലോ അതേ കേസ് മറ്റൊരാൾ അന്വേഷിക്കേണ്ടി വരുന്നത്. വിനീതയുടെ ഫോൺ വിനോദ് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ തിരികെ കൊടുത്തിട്ടില്ല. അതിവിടെ ഉണ്ടാവുമല്ലോ. അയ്യോ, അങ്ങനൊരു ഫോണ് ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി, പക്ഷെ ഇവിടെയെങ്കിലും കണ്ടില്ല. അവളെ ഫോൺ എന്തോ ചെയ്തെന്നാ തോന്നുന്നേ. നിങ്ങൾ അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. ഞങ്ങൾക്ക് അറിയാത്ത കാര്യം അറിയില്ലെന്നല്ലേ പറയാൻ പറ്റൂ. വിനീത ഇടയ്ക്കൊക്കെ ഡയറിയോ ജേണലോ എഴുതാറുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. സാറ് സി ഐ ആണ്, ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഇവർ രണ്ടുപേരും എവിടത്തെ പോലീസുകാരാ സാറേ? അവര് വിനോദിന്റെ സുഹൃത്തുക്കളാ. അവര് പോലീസിന്റെ അന്വേഷണത്തിന് സഹായിക്കുന്നുണ്ട്. എന്റെ ഒപ്പം ആരൊക്കെ വേണമെന്നും ആരൊക്കെ വേണ്ടാമെന്നും എനിക്ക് തീരുമാനിക്കാം. ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവര് ചോദിക്കുന്ന അതേ ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങൾ ഈ ചോദിച്ച സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, ഞങ്ങൾക്ക് ഈ വീടൊന്ന് വിശദമായി പരിശോധിക്കണം. പരിശോധനയൊക്കെ കഴിഞ്ഞതാ. എപ്പോഴെപ്പോഴും പോലീസുകാർ ഇവിടെ കയറി എല്ലാം അലങ്കോലപ്പെടുത്തിയിടുന്നത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അന്വേഷണം അവസാനിക്കുന്നവരെ വേറൊരു വീടെടുത്ത് താമസിക്കുന്നതായിരിക്കും നല്ലത്. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ സാറേ. കുറച്ചൊക്കെ നിയമം ഞങ്ങൾക്കും അറിയാം. ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിൽ കയറി അങ്ങനെ പരിശോധന നടത്താനൊന്നും ഇനി പറ്റത്തില്ല. ഇവിടുത്തെ പരിശോധനകളെല്ലാം അവസാനിച്ചൊന്ന് പഴയ സി ഐ ഞങ്ങൾക്ക് എഴുതി തന്ന ശേഷമാ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നത്. ഇനി വാറന്റായിട്ട് വന്നാലേ ഇവിടെ പരിശോധിക്കാൻ പറ്റൂ. ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട വാറണ്ട്. ഇത് ഫോറൻസിക് ടീമാ. ഞങ്ങളിവിടെ ഇഞ്ച് ടു ഇഞ്ച് പരിശോധിച്ചിട്ടേ പോവൂ. എൻ്റെ ഒപ്പം ഇവരും ഉണ്ടാവും. റസീദല്ലേ? അതെ. കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ സി ആണ്. എവിടെയാ വിനീതയുടെ റൂം? അതാ വരും മാഡം. ആസിഡ് കുടിച്ച് ആ കുട്ടി എവിടെയായിട്ടാ കിടന്നത്? അവിടെയാ. നിങ്ങളെന്ന് പുറത്തേക്ക് നിൽക്കും.
എന്താ? അക്ഷര, അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളകത്ത് പോ, ഞാനിവിടെ നിൽക്കാം. ശരി, വാ. അക്ഷര, ഒരാള് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തനിയെ ആസിഡ് കുടിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡമ്മി ആയിട്ട് നോക്കാം. പിടിക്കാം, ചെല്. ഈ സ്ഥലത്ത് നിന്നാണ് കുടിക്കുന്നതെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. കുടിക്കാം.